ഹലോ, ഈ ഒരു ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മുഖമോ നല്ല കാശ്മീരി സുന്ദരികളെ പോലെ ചുവന്ന് വെളുത്ത ചർമ്മത്തിന് നിങ്ങൾക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യാം. ഈ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത്. ഒരു ചെറിയ ബീട്രൂട്ട് ആണെങ്കിൽ ഫുൾ എടുക്കുക, അല്ലെങ്കിൽ മീഡിയം സൈസുള്ള ബീട്രൂട്ട് ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. വലുതും മീഡിയം സൈസിലാണ്, അതിൻ്റെ പകുതി എടുത്താൽ മതി. അങ്ങനെ ഒരു ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ചിരകിയെടുക്കുക. ഇങ്ങനെ ചിരകിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ബീട്രൂട്ടിൻ്റെ ഈ ഒരു ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫുൾ ഫേഷ്യലിൻ്റെ സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫേഷ്യലിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുമാണ്, പോരായിട്ട് അടിപൊളി റിസൾട്ടുമാണ് കേട്ടോ. അപ്പോൾ ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബീട്രൂട്ട് ചിരകിയെടുത്താൽ നിങ്ങളടുത്ത് ഇങ്ങനത്തെ ചിരകിയെടുക്കുന്ന സാധനം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിൽ ബീട്രൂട്ട് ചെറിയ പീസസായി കട്ട് ചെയ്തിട്ടതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് ഒന്ന് അടിച്ചെടുക്കുക. പക്ഷേ നമ്മൾ ഇങ്ങനെ ചിരകിയെടുക്കുമ്പോൾ കിട്ടുന്ന പോലെ നീര് അങ്ങനെ എടുത്താൽ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളടുത്ത് ഇതില്ലെങ്കിൽ വെള്ളം ഇല്ലാണ്ട് ജ്യൂസ് മെഷീനിൽ അടിച്ചിട്ട് നീരെടുത്താലും മതി. അപ്പോൾ ഞാനൊരു ചെറിയ ബീട്രൂട്ട് കംപ്ലീറ്റ് ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ജസ്റ്റ് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നീര് നന്നായിട്ട് നമുക്ക് കിട്ടും. ഈ നീര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫേഷ്യലിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നീര് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊരു അരിപ്പയിൽ കൂടെ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നാൽ പിന്നെ അതിൻ്റെ ആ ഒരു നാരൊന്നും അതിലേക്ക് വരില്ല. നമുക്കിതിൻ്റെ എക്സാക്റ്റ് നീരാണല്ലോ വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ എടുക്കുന്നുണ്ട്. ഇത് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജ്യൂസ് ഫ്രിഡ്ജിൽ ഒരു എയർ ടൈറ്റർ കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാമെന്നാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ വീക്കിലി ഒരു 2 ടൈംസ് എല്ലാം ചെയ്യാമെന്നാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂണോളം നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുഖത്തേക്ക് ഇത് 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം, അല്ലാതെ വെറുതെ മുഖത്ത് വാരി തേച്ച് കഴുകിക്കളഞ്ഞാൽ റിസൾട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്ന ഓരോ മിനിറ്റ്സും നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടൂ. അപ്പോൾ ക്ലെൻസിങ്ങിന് 2 മിനിറ്റ് നമ്മൾ ഈ ജ്യൂസ് ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് കഴുകിയിട്ട് തുടച്ചളിയുക. സോപ്പ് ഉപയോഗിച്ചിട്ടൊന്നും കഴുകേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ മുഖം നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കഴുകിയെടുക്കുക. നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മളെ സ്ക്രബിങ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഈ ബീട്രൂട്ട് ജ്യൂസിലേക്ക് 1 ടീസ്പൂണോളം അരിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ബീട്രൂട്ട് ജ്യൂസ് എടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബീട്രൂട്ട് പൗഡർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫേഷ്യൽ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബീട്രൂട്ട് പൗഡർ ഓൺലൈനിലെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഞാനിവിടെ ടാഗ് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ബീട്രൂട്ട് പൗഡർ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫുൾ ബോഡി വൈറ്റനിങ്ങിന് സഹായിക്കുന്ന അടിപൊളി സാധനമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു വൈറലായൊരു എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ബാത്തിങ് പൗഡറിൻ്റെ ഒരു വീഡിയോ. ബീട്രൂട്ട് ബാത്തിങ് പൗഡർ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണത്. അതിൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്ന്. അപ്പോൾ നമ്മളെ സ്ക്രബിങ്ങും നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. 2 മിനിറ്റ് നല്ല രീതിയിൽ മുഖം സ്ക്രബ് ചെയ്ത് കഴുകി തുടച്ചെടുത്ത് കേട്ടോ. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പും 2 മിനിറ്റ് നല്ല രീതിയിൽ മുഖം സ്ക്രബ് ചെയ്ത് കഴുകിക്കളയുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മസാജിങ് ജെല്ല് ഉണ്ടാക്കിയാനാണ്. അതിനും 1 ടേബിൾ സ്പൂണോളം ബീട്രൂട്ട് ജ്യൂസിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അലോവേര ജെല്ല് നിങ്ങളെ വീട്ടിലുള്ള അലോവേര ജെല്ല് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ഇനി വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതും ഞാൻ പ്രോഡക്റ്റ് ഇവിടെ ടാഗ് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യാന്നാണെങ്കിൽ നിങ്ങൾക്ക് അതും വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അലോവേര ജെല്ല് ഈ ബീട്രൂട്ട് ജ്യൂസിലിട്ടിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ മിക്സായി കിട്ടാൻ കുറച്ച് ഇതുണ്ട്. അതുകൊണ്ട് ഒരു 1-2 മിനിറ്റ് നിങ്ങളൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു മസാജിങ് ജെല്ലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ആ ഒരു ഇത് കിട്ടൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഫേസിലേക്ക് നല്ല രീതിയിൽ തന്നെ 2 മിനിറ്റ് ഇതും മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്ക്രബിങ്ങും ക്ലെൻസിങ്ങും നമ്മുടെ മസാജിങ്ങും എല്ലാം, ഈ മസാജിങ് ജെല്ലെല്ലാം നമ്മൾ ഫേസിലേക്ക് 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നിർബന്ധമായിട്ടുള്ള സ്റ്റെപ്സാണ്. അതായത് 2 മിനിറ്റ് മസാജിങ് എന്ന് പറയുന്ന ആ മസാജിങ്ങിലാണ് നിങ്ങളുടെ റിസൾട്ട് കിടക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ ഒരു മസാജിങ് ജെൽ ഉപയോഗിച്ചിട്ട് മുഖം മസാജ് ചെയ്യുന്ന സമയത്ത് ഈ മസാജിങ് കൊണ്ടുള്ള ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ 2 മിനിറ്റ് അതും ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കഴുകിക്കളഞ്ഞ് ഇതേപോലെ തുടച്ചെടുക്കുക.
ഈ സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ഫേസ് പാക്കാണ് ഇടുന്നത്. അതിന് 1 ടീസ്പൂണോളം അരിപ്പൊടിയിലേക്ക് 2 ടീസ്പൂണോളം ബീട്രൂട്ട് ജ്യൂസും 1 ടീസ്പൂണോളം തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഫേസ് പാക്കും കൂടി നമ്മൾ ഫേസിലിട്ട് കഴുകി കളയുമ്പം തന്നെ മുഖം നല്ല ഒരു റെഡിഷ് ഗ്ലോ നമ്മുടെ മുഖത്തേക്ക് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റിലൂടെ വന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അപ്പോൾ നല്ല ലൂസും ആയി പോകരുത്, അധികം ടൈറ്റും ആയി പോകരുത്. ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ബീട്രൂട്ട് പൗഡർ ഉണ്ടെങ്കിൽ ആ ബീട്രൂട്ട് പൗഡറിലേക്ക് പിന്നെ ഈ ജസ്റ്റ് തൈര് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഫേസ് പാക്കിന് വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ സ്ക്രബ് ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ മുഖം അത്യാവശ്യം നല്ലൊരു വൃത്തിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഫേസിലേക്ക് നല്ല രീതിയിൽ 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് 25 മിനിറ്റ് ഇത് ഫേസിൽ വെക്കുക. അതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് തന്നെ കഴുകി കളയുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും മുഖം നല്ലോണം വെട്ടിത്തിളങ്ങുന്നത് പോലെ. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് ചെയ്യാന്നാണെങ്കിൽ മുഖത്ത് സ്ഥിരമായിട്ടുള്ള ഒരു ഗ്ലോ നിലനിർത്താൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം യൂസ്ഫുള്ളാണ്. ഞാൻ മറ്റേ കയ്യിലും കൂടി വെള്ളമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലർ പറയാറുണ്ട് ഒരു കയ്യിൽ വെള്ളമായിട്ട് മറ്റേ കയ്യിൽ വെള്ളമില്ലാണ്ട് കാണിക്കുമ്പോൾ അങ്ങനെ ഗ്ലോ കാണുന്നതാണ്. അങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ലൈവായിട്ട് കാണുന്നല്ലേ ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ കണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. അല്ലാന്നാണെങ്കിൽ ട്രൈ ചെയ്യാണ്ടിരിക്കുക. ഇതിലൊക്കെ ആഡ് ചെയ്ത സാധനം ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ അവോയ്ഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.